അപ്പം നമ്മുടെ പഴയകാല ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ പലതും ഈ സംഭവത്തിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതുപോലൊരു ഫോൺ കിട്ടണത് കുറച്ച് ബുദ്ധിയുള്ളവൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അവനക്ക് ആ ഒരു ഐ സി മതി. അതിൻ്റെ ഐ സിയുടെ ഉള്ളിലുള്ള മുഴുവൻ ഫോട്ടോസും വീഡിയോസൊക്കെ റിക്കവർ ചെയ്തെടുത്തിട്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട മക്കളെ. ഒന്നല്ലെങ്കിൽ കളയാതെ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഐ സികൾ എടുത്തിട്ട് തകരാറാക്കിയതിന് ശേഷം മൊബൈൽ കളയാം. ഫോർമാറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല മക്കളെ. ഫോർമാറ്റൊക്കെ പണ്ട്. ബുദ്ധിയുള്ളവൻ്റെ കയ്യിൽ എന്ത് ഫോർമാറ്റ്. അപ്പോൾ കണ്ടോ, സർവീസ് എടുക്കുകയാണ് ഫ്രം ജാറപ്പടി, എറണാകുളം നോർത്ത് പറവൂര് അതിവിദഗ്ധൻ. സാധാരണ നമ്മള് മൊബൈൽ വെപ്പൺസുകൾ ഉപയോഗിക്കാണ്ട് തന്നെ വാക്കത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത് കേട്ടാ. ഇതിന്റെ അകത്ത് ഇരിക്കുന്നത് അതിന്റെ പ്രോസസർ ഐ സി, പ്രോസസർ അതിന്റെ മെമ്മറി ഐ സി. ഇത് എടുക്കണം, എടുത്ത് നശിപ്പിച്ചളഞ്ഞേക്ക്. അതാണ് ചെയ്യേണ്ടത്. അതിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി എന്ത് കഴിക്കണം പഠിച്ചു. അത് കഴിഞ്ഞ എടുക്കാം. അങ്ങനല്ലത്, അത് അയക്കാനൊന്നുമില്ല. അത് റീബോളിങ് ചൂടാക്കി എടുക്കണ. ഇനിയിപ്പൊ ചൂടാക്കാൻ ഒന്നുമില്ലല്ലോ, വെട്ടിപ്പൊളിക്കാണ്. വെച്ചടിക്കാണ്. അപ്പൊ ഈ സാധനം അടിച്ച് പൊട്ടിച്ച് തകർത്തിട്ട് കൊടുത്തു. ക്യാമറ ബുദ്ധിയുള്ളവന്റെ കയ്യിൽ കിട്ടിയ ഇത് ഹിഡനും ആവും. ഫ്രണ്ട് ഉണ്ടാ ബാക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈല് ഒരു ലേഡി ഉപയോഗിച്ച ഫോണുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫോണുകളൊക്കെ നമ്മൾ സാധാരണ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എടുത്ത് കളയും. അതായത് വല്ല ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാറ്ററി ഷോക്ക് വരും, നമ്മൾ ഇതുപോലാണ്ട് വലിച്ചെറിയും. നമ്മളങ്ങനെ കളയരുത്. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു മൊബൈലിന്റെ ഉള്ളില് ഈ സൈഡിലോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലോ ഇതിന്റെ ഐ സി, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് മെമ്മറി, ഇത്തരം സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ടാവും. അതിന്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ് നമ്മൾ നശിപ്പിച്ച് കളയേണ്ടത്. അല്ലാണ്ട് ഇതുപോലെ വെറുതെ എടുത്ത് കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സാധനം ഇപ്പൊ ഡിസ്പ്ലേ ഇല്ലെങ്കിലും ഈ ബാറ്ററി ഇല്ലെങ്കിലും ഈ ഐ സി എടുത്ത് വേറൊരു ബോർഡിൽ റീബോൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ഊരെടുക്കുക, ഐ സി ഡെഡ് ആക്കുക, അതിനുശേഷം മൊബൈൽ കളയാം. അതാണ് ഏറ്റവും ബെറ്റർ. ഇതാണ്ട് അടിച്ച് പൊട്ടിച്ച് ചിന്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ.